28-ാം മൈല് കടമ്പാട്ട് പോകണം. ഈ 3 കടമ്പകൾ കൂടി കടന്നാൽ തിരുവനന്തപുരം ജില്ല പിന്നിട്ടു എന്ന് നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും സമയം നോക്കണം. സമയം 11:49 ഇപ്പോൾ. അതായത് 12 മണിയോടുകൂടി അടുക്കുകയാണ്. ആ സമയത്തും തിരുവനന്തപുരം ജില്ല വിട്ട് വിലാപയാത്രയ്ക്ക് പുറത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങിയ വിലാപയാത്രയാണ്. അത് ഈ തിരുവനന്തപുരം ജില്ലയിലൂടെ കടക്കാൻ പെടുന്ന ഒരു പ്രയാസം. അത്രത്തോളം ജനങ്ങൾ VS-നെ കാത്തിരിക്കുന്നു. കാത്ത് അത് ഈ മണിക്കൂറുകളായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ പോകാനുള്ള ഒരു സമയം പരമാവധി ഒരു 5 മണിക്കൂർ ഒക്കെ മതിയാവും, അതിന്റെ താഴെ മതിയാവും ഇവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഈ വിലാപയാത്ര VS-നെ വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം, 2 മണിക്ക് തുടങ്ങിയ വിലാപയാത്രയ്ക്ക് രാത്രി 12 അർദ്ധരാത്രി ആയിട്ട് പോലും തിരുവനന്തപുരം ജില്ല കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. എന്തായാലും ഇനിയിപ്പോ ഈ 3 പോയിന്റും കൂടെ എന്തായാലും അവിടെയും നല്ല തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കല്ലമ്പലം കടന്നു കഴിഞ്ഞാൽ പിന്നെ വേഗത്തിൽ തന്നെ ഈ വിലാപയാത്രയ്ക്ക് പോകാൻ കഴിയും. കാരണം കല്ലമ്പലം കഴിഞ്ഞ് പിന്നെ ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ അധികം ജനങ്ങൾ തിങ്ങിക്കൂടിയിട്ടില്ല. നമുക്ക് ഈ അവിടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് വലിയ രീതിയിൽ ജനങ്ങൾ തിങ്ങിക്കൂടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അധിക നേരം നിർത്തിയിട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഉള്ളത് ഈ പറയുന്ന അടുത്ത പോയിന്റ് ആയിട്ടുള്ള നാവായിക്കുളത്ത് എന്തായാലും ജനങ്ങൾ കാണാനുള്ള സാധ്യത, കൂടുതൽ ജനങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം 28-ാം മൈലിലും തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പോയിന്റ് ആയിട്ടുള്ള കടമ്പാട്ട് കോണത്തും എന്തായാലും ആളുകൾ കാണും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ കയറുന്നത് കൊല്ലം ജില്ലയിലേക്കാണ്. കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോൾ പാരിപ്പള്ളി കടന്നു വേണം പോവാൻ. അവിടെ കടക്കിലും ചടയമംഗലത്തും ഈ ജനങ്ങൾക്ക് VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ട സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ചാത്തന്നൂര് പിന്നെയുണ്ട്, പുനലൂരുണ്ട്, കുന്നിക്കോടുണ്ട്, അഞ്ചൽ, പത്തനാപുരം, കൊട്ടിയം, കൊല്ലം, പിന്നെ കൊല്ലം ഈസ്റ്റ്, കുണ്ട്ര, നെടുവത്തൂർ, കൊട്ടാരക്കര, അഞ്ചാലുമൂട്, ചവറ, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, പിന്നെ ശൂരനാടും കൂടെ കഴിഞ്ഞാൽ മാത്രമേ കൊല്ലം ജില്ല പിന്നിടുകയുള്ളൂ. ഈ തിരുവനന്തപുരം ജില്ല തന്നെ കടക്കാൻ ഇത്രയും സമയമെടുത്തെങ്കിൽ കൊല്ലം ജില്ല കടക്കാൻ ഇനി എത്ര മണിക്കൂറുകൾ വേണ്ടി വരുമെന്ന് നിലവിലത്തെ സ്ഥിതിയിൽ പ്രവചനങ്ങൾക്ക് അപ്പുറമാണ്. കാരണം VS എന്ന ആ നേതാവിന് ഈ നാട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി സമർപ്പിക്കുമ്പോൾ അതിന് സമയം ഒരു ഘടകമായി മാറുകയേയില്ല എന്ന് ഈ യാത്രയിൽ ഉടനീളം നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും വലിയ തിരക്ക് നമ്മൾ കഴക്കൂട്ടത്ത് കണ്ടതാണ്. കഴക്കൂട്ടത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് മൊത്തം ഏകദേശമുള്ള എല്ലാ പോയിന്റുകളിലും വലിയ രീതിയിലുള്ള ജനക്കൂട്ടം അണിനിരക്കുന്ന കാഴ്ച തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാനമായിട്ട് അർദ്ധരാത്രി ആണെങ്കിലും ഏറെ വൈകിട്ടുണ്ടെങ്കിൽ പോലും, എത്ര രാത്രിയാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ ഇത്രയും കാലം രാഷ്ട്രീയ കളരിയിൽ തെളിഞ്ഞു നിന്ന ആ വിപ്ലവ സൂര്യന് ഒരു മരണാഞ്ജലി സമർപ്പിക്കാൻ വേണ്ടി എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാം എന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ റോഡിന്റെ ഇരുവശത്തുമായിട്ട് അണിനിരക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. കണ്ണേ കരളെ VS എന്ന ആ മുദ്രാവാക്യം ഈ പാതിരാത്രിയിലും മുഴങ്ങിക്കേൾക്കുന്നു. VS-നെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ ആദ്യഘട്ടത്തിൽ KSRTC ബസ് തയ്യാറാക്കുമ്പോൾ തന്നെ അതിൽ കണ്ണാടി ഇട്ടിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാം, അങ്ങനെ VS-നെ കണ്ണാടിക്കൂടിലിട്ട് പോയാൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ അടുത്തു നിന്ന് എത്തി നോക്കുകയും അത് ഈ വിലാപയാത്ര കടന്നു പോകാൻ ഏറെ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് പിന്നെ അടുത്ത നിർദ്ദേശം സർക്കാർ കൊടുത്തത്. ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് ഈ KSRTC ബസ്സുമായിട്ട് അദ്ദേഹവും അകമ്പടി പോയി നേരെ തൊട്ടടുത്തുള്ള വികാസ് ഭവൻ ഡിപ്പോയിൽ പോയി ആ ഗ്ലാസൊക്കെ അഴിച്ചു മാറ്റുകയും അതിനുശേഷമാണ് ഇപ്പോൾ എളുപ്പത്തിൽ, അതായത് ഏവർക്കും നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ VS-ന്റെ ഈ വിലാപയാത്രയിൽ ആ വാഹനം KSRTC വാഹനം ക്രമീകരിച്ചത്. ആ വാഹനത്തിൽ ഇപ്പോ ഈ ഇങ്ങനെ വിലാപയാത്രയായിട്ട് പോകുമ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ട, എല്ലാവർക്കും ഒരു ദർശനം ഒരുക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും, ആർക്കും ഒരു ദർശനം ഇല്ലാതെ VS-നെ കാണാൻ പറ്റാതെ തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പാർട്ടി സഖാക്കളും അതുപോലെ നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ അറിയിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ അകമ്പടി പോകുന്ന ഈ അനൗൺസ്മെന്റ് വാഹനം പോലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ആരും വിഷമിക്കരുത്, എല്ലാവർക്കും കാണാൻ വേണ്ട സമയവും സന്ദർഭവും ഒക്കെ ഒരുക്കി തരുന്നുണ്ട്, അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, എത്ര വൈകിയായിട്ടാണെങ്കിലും എല്ലാവർക്കും കണ്ട് മടങ്ങാമെന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും ഈ നിശ്ചയിച്ച സമയമൊക്കെ കഴിഞ്ഞു, ഉദ്ദേശിച്ച സമയവും കഴിഞ്ഞു. എത്രയും വേഗം എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്രയും വേഗം ഈ 2 ജില്ലകളും കടന്ന് ആലപ്പുഴയ്ക്ക് കയറി അദ്ദേഹത്തിന്റെ
ചേരിക്കകത്തുള്ള വീട്ടിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ ആലപ്പുഴയിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള സംസ്കാര ചടങ്ങുകളൊക്കെ നടത്താൻ കഴിയൂ. അവിടെയും പൊതുദർശനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി കൊല്ലം ജില്ല കടന്നുകൂടിയാൽ തന്നെ ആലപ്പുഴ ജില്ല അദ്ദേഹത്തിന്റെ ജന്മനാടാണ്. ആ ജന്മനാട്ടിൽ എത്രയായിരിക്കും VS-നുള്ള സ്വീകാര്യത, അദ്ദേഹത്തിന് എത്രത്തോളം സ്വീകരണം നൽകും എന്ന് വാക്കുകൾക്ക് അതീതമായി തന്നെ പറയേണ്ടി വരും. വാക്കുകൾ കൊണ്ട് അത് വിവരിക്കാനും കഴിയില്ല. ഒരുപക്ഷെ അത്രത്തോളം ജനം തന്നെ ആലപ്പുഴ ജില്ലയിൽ ഒഴുകിയെത്തും. ആദ്യം KPSC ജംഗ്ഷനിൽ നിന്ന് തുടങ്ങുന്ന ആലപ്പുഴ ജില്ലയിൽ ഓരോ പോയിന്റിലും കായംകുളം KSRTC ജംഗ്ഷനിൽ, അതുപോലെ തന്നെ കരിയിലക്കുളങ്ങര, നങ്ങ്യാർകുളങ്ങര, ഹരിപ്പാട് KSRTC ജംഗ്ഷൻ, കാണാപ്പടി, കരുവാറ്റ, തോട്ടപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുഴ, വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷനും കഴിഞ്ഞ് കുറവന്തോട് വഴി വീട്ടിലേക്ക് എത്തുമ്പോൾ ആ സമയം എത്രയാവുമെന്ന് ധന്യ ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. എന്തായാലും നിശ്ചയിച്ച സമയമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ രാത്രി അതിവേഗം തന്നെ ഈ വിലാപയാത്ര ഈ ജനങ്ങൾ തിങ്ങിക്കൂടാത്ത ഇടങ്ങളിൽ അതിവേഗം തന്നെ ഈ പാർട്ടി സഖാക്കളുടെ നിയന്ത്രണത്തിൽ വേഗം തന്നെ നീക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും കല്ലമ്പലത്താണ് ഉള്ളത്. കല്ലമ്പലം തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല പിന്നിട്ടിട്ടില്ല. കല്ലമ്പലം കഴിഞ്ഞാൽ പിന്നെ വലിയ പോയിന്റ് ആയിട്ട് പറയുന്നത് നാവായിക്കുളം, 28-ാം മൈലും കടമ്പാട്ടുകോണമാണ്. എത്രയും വേഗം തിരുവനന്തപുരം ജില്ല കടക്കാൻ വേണ്ട തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ കല്ലമ്പലം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ വേഗത്തിൽ തന്നെ നാവായിക്കുളം എത്താൻ കഴിയും. ദൂരം കൂടുതലാണെങ്കിൽ പോലും ഈ ദേശീയപാത നിർമ്മാണമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് വന്ന് നിൽക്കാനുള്ള ഒരു സ്ഥലമില്ല. അത് മാത്രമല്ല വലിയ ഈ മണ്ണൊക്കെ ഇട്ട് മുക്കിയ സ്ഥലമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവിടെ സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്നും തന്നെ ഒരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നുമില്ല. അതുകൊണ്ട് വേഗത്തിൽ ആ വഴിയൂടെയൊക്കെ സഞ്ചരിച്ച് വിലാപയാത്ര എത്രയും വേഗം അടുത്ത പോയിന്റ് 25-ാമത്തെ പോയിന്റ് ആയിട്ടുള്ള നാവായിക്കുളത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഇപ്പോ നമുക്ക് ഈ വാഹനത്തിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ പോലും കാണാൻ കഴിയുന്നത്.